ഒരു പുരുഷനെ പരാജയപ്പെടുത്താൻ ശക്തിയോ ചതിയോ യുദ്ധമോ ഒന്നും ആവശ്യമില്ല. അവന്റെ അഹങ്കാരത്തിന്റെ വേരിൽ ഒന്നു തൊട്ടാൽ മതി, അവൻ താനേ മുട്ടുകുത്തും. എന്നാൽ സ്ത്രീയുടെ കൈവശം വാളിനേക്കാൾ മൂർച്ചയുള്ളതും മൗനത്തേക്കാൾ ഭാരമേറിയതുമായ ഒരു ശക്തിയുണ്ട്. ഈ ശക്തി ശരീരത്തിലോ സൗന്ദര്യത്തിലോ ആകർഷണത്തിലോ അല്ല ഉള്ളത്. ഈ ശക്തിയാണ് സ്ത്രീയുടെ ഉറച്ച ആത്മസ്വീകൃതി. ചാണക്യന്റെ മൂലസിദ്ധാന്തം. ചാണക്യൻ വ്യക്തമായി പറയുന്നു, താൻ ആ സ്ത്രീയുടെ ജീവിതത്തിന്റെ കേന്ദ്രമല്ല എന്ന് പുരുഷന് എപ്പോൾ ബോധ്യപ്പെടുന്നുവോ ആ നിമിഷം മുതൽ അവന്റെ മാനസിക ശക്തി തകരാൻ തുടങ്ങുന്നു. ഇതാണ് പുരുഷനെ ഉള്ളിൽ നിന്ന് വിറപ്പിക്കുന്ന ആ അപകടകരമായ കാര്യം. സ്ത്രീ യാചിക്കുന്നില്ലെന്ന് കാണിച്ചാൽ, അവൾ അവനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, അവൾ ഭയപ്പെടുന്നില്ലെങ്കിൽ, അവൾ ആവശ്യങ്ങൾക്കായി തലകുനിക്കുന്നില്ലെങ്കിൽ പുരുഷന്റെ അഹങ്കാരം താനെ അസ്ഥിരമാകുന്നു. പുരുഷൻ എന്തുകൊണ്ട് തകരുന്നു? ചാണക്യന്റെ വിശകലനം. ചാണക്യൻ പറയുന്നു, പുരുഷന്റെ ഏറ്റവും വലിയ ലഹരി അവന്റെ പ്രാധാന്യമാണ്. ആരെങ്കിലും തന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്നും ആരെങ്കിലും തന്നെ ആശ്രയിക്കുന്നുണ്ടെന്നും താനില്ലാതെ മറ്റൊരാൾ അപൂർണമാണെന്നും അവന് വിശ്വസിക്കണം. ഈ തോന്നലുള്ളിടത്തോളം കാലം പുരുഷൻ തന്നെ ശക്തനായി കരുതുന്നു. എന്നാൽ ഏതു ദിവസം സ്ത്രീ ശാന്തമായ സ്വരത്തിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്, പക്ഷേ അത് നിന്നെക്കൊണ്ടല്ല എന്ന് കാണിക്കുന്നുവോ അന്നുമുതൽ പുരുഷന്റെ മാനസികാവസ്ഥ മാറുന്നു. ഇതെന്തുകൊണ്ടാണ് അപകടകരമാകുന്നത്? കാരണം ഇത് വഴക്കിലൂടെയോ ദേഷ്യത്തിലൂടെയോ കുറ്റപ്പെടുത്തലിലൂടെയോ പറയുന്നതല്ല. ഇത് സ്ത്രീയുടെ പെരുമാറ്റത്തിൽ കാണുന്നതാണ്. ചാണക്യൻ പറയുന്നു, വാക്കുകൾ കൊണ്ട് പറയുന്ന ഭീഷണിയേക്കാൾ എത്രയോ മടങ്ങ് ഫലപ്രദമാണ് പെരുമാറ്റത്തിലൂടെ നൽകുന്ന സന്ദേശം. സ്ത്രീ എന്താണ് ചെയ്യുന്നത്? ഒന്നും പറയാതെ തന്നെ. സ്ത്രീയിൽ ഈ ശക്തി ഉണരുമ്പോൾ അവൾ വിശദീകരണങ്ങൾ നൽകുന്നത് നിർത്തുന്നു. സ്വയം തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഉപേക്ഷിക്കുന്നു. അമിതമായ വൈകാരിക പ്രതികരണങ്ങൾ നൽകുന്നില്ല. പുരുഷന്റെ അംഗീകാരത്തെ ആശ്രയിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായി അവൾ ഭയത്തിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കുന്നില്ല. പുരുഷനിൽ ഇതിന്റെ സ്വാധീനം. ചാണക്യൻ പറയുന്നു, എന്നെ നഷ്ടപ്പെടുന്നതിൽ ഈ സ്ത്രീക്ക് ഭയമില്ലെന്നും എന്നാൽ എന്നെ ഉപേക്ഷിക്കാൻ അവൾ തിടുക്കം കൂട്ടുന്നില്ലെന്നും പുരുഷൻ കാണുമ്പോൾ അവൻ മാനസികമായി ഏറ്റവും കൂടുതൽ അസ്ഥിരനാകുന്നു. കാരണം അവൻ അവളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്നില്ല, അവളിൽ കുറ്റബോധമുണ്ടാക്കാൻ കഴിയുന്നില്ല. ഈ അവസ്ഥ അവനെ ഉള്ളിൽ നിന്ന് തളർത്തുന്നു. ഈ സ്ത്രീ എന്തു ചെയ്യുന്നില്ല? വളരെ പ്രധാനം. ചാണക്യൻ വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ശക്തിയുടെ അർത്ഥം സ്ത്രീ അപമാനിക്കണമെന്നോ തിരസ്കരിക്കണമെന്നോ തണുപ്പൻ പെരുമാറ്റം കൊണ്ട് ശിക്ഷിക്കണമെന്നോ മൗനം കൊണ്ട് ഭയപ്പെടുത്തണമെന്നോ അല്ല. അവൾ വെറുതെ തന്നിൽ തന്നെ സ്ഥിരമാകുന്നു. ചാണക്യന്റെ ആഴമേറിയ വചനം. ഏത് സ്ത്രീയുടെ ആത്മാഭിമാനം അവളുടെ ബന്ധത്തേക്കാൾ വലുതാകുന്നുവോ ആ സ്ത്രീയെ ഒരു പുരുഷനും നിയന്ത്രിക്കാൻ കഴിയില്ല. നിയന്ത്രണം അവസാനിക്കുമ്പോൾ അഹങ്കാരം താനേ തലകുനിക്കുന്നു. ഈ ശക്തി എവിടെ നിന്ന് വരുന്നു? ഇത് വരുന്നത് സ്വയം അംഗീകരിക്കുന്നതിൽ നിന്നും, ഏകാന്തതയെ ഭയപ്പെടാത്തതിൽ നിന്നും, സ്വന്തം അതിരുകൾ വ്യക്തമായി സൂക്ഷിക്കുന്നതിൽ നിന്നും, സ്വന്തം മൂല്യം തിരിച്ചറിയുന്നതിൽ നിന്നുമാണ്. ചാണക്യൻ പറയുന്നു, സ്വന്തം മൂല്യം അറിയുന്നവളെ ആർക്കും താഴ്ത്താൻ കഴിയില്ല. സ്ത്രീ തന്നിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ പുരുഷന്റെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് തകരുന്നത്. അതായത് സ്ത്രീയുടെ ദിശ നിശ്ചയിക്കുന്നത് താനാണെന്ന ധാരണ. ഇവിടെയാണ് പുരുഷന്റെ മാനസിക യുദ്ധം ആരംഭിക്കുന്നത്. കാരണം ഇനി സ്ത്രീയെ എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ ഭയപ്പെടുത്തണം, അല്ലെങ്കിൽ എങ്ങനെ അവളെ പഴയ അവസ്ഥയിലേക്ക്, അവൾ അവന്റെ അംഗീകാരത്തിനായി കാത്തുനിന്ന അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരണം എന്ന് അവന് മനസ്സിലാകുന്നില്ല. ഈ അവസ്ഥയിൽ പുരുഷൻ ചെയ്യുന്ന ആദ്യത്തെ തെറ്റ് എന്താണ്? ചാണക്യൻ പറയുന്നു, അഹങ്കാരത്തിന് മുറിവേൽക്കുമ്പോൾ പുരുഷൻ ആദ്യം തന്റെ ശക്തി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവൻ ശബ്ദമുയർത്തുന്നു, ആജ്ഞാപിക്കുന്ന ഭാഷ സംസാരിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നത് താനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സ്ത്രീ ശാന്തമായിരുന്നാൽ ഈ ശക്തിപ്രകടനം അവന് തന്നെ തിരിച്ചടിയാകുന്നു. കാരണം മുന്നിലുള്ളയാൾ ഭയപ്പെടുമ്പോൾ മാത്രമേ ശക്തിക്ക് ശക്തിയുള്ളൂ. ഭയം അവസാനിച്ചിടത്ത് ശക്തി വെറും ബഹളം മാത്രമായി മാറുന്നു. രണ്ടാമത്തെ തെറ്റ് വൈകാരിക സമ്മർദ്ദം. ചാണക്യൻ പറയുന്നു, ആജ്ഞകൾ ഫലിക്കാതെ വരുമ്പോൾ പുരുഷൻ വികാരങ്ങളെ കൂട്ടുപിടിക്കുന്നു. അവൻ പറയും, ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടില്ല, നീ വല്ലാതെ മാറിപ്പോയി, നീ പഴയപോലെയല്ല. ഇവ പ്രേമവാക്കുകളല്ല, ഇവ വൈകാരിക ആയുധങ്ങളാണ്. സ്ത്രീ ഇതിൽ വീണ് കുറ്റബോധത്തിലേക്ക് പോയാൽ അവൾ വീണ്ടും ദുർബലയാകും. എന്നാൽ അവൾ ശാന്തമായിരുന്ന തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നാൽ ഈ ആയുധം നിഷ്ഫലമാകുന്നു. മൂന്നാമത്തെ തെറ്റ് ഭയം കാണിക്കൽ. ചാണക്യൻ പറയുന്നു, വികാരങ്ങളും ഫലിക്കുന്നില്ലെങ്കിൽ പുരുഷൻ ഭയത്തെ കൂട്ടുപിടിക്കുന്നു. അവൻ ഏകാന്തതയെയോ സമൂഹത്തെയോ ഭാവിയെയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുമെന്നോ സൂചിപ്പിക്കുന്നു. എന്നാൽ ചാണക്യൻ വ്യക്തമായി പറയുന്നു, ഏകാന്തതയെ ഭയപ്പെടാത്ത സ്ത്രീ ഏത് ബന്ധത്തിലും ഏറ്റവും ശക്തമായ നിലയിലായിരിക്കും. ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള മാനസിക ശക്തി സ്ത്രീ നേടുന്ന ദിവസം പുരുഷന്റെ ആയുധം തകർന്നുപോകുന്നു. നാലാമത്തെ തെറ്റ് സ്ത്രീയെ ആശയക്കുഴപ്പത്തിലാക്കുക. ചാണക്യൻ ഇതിനെ നീതിവിഭജനം എന്ന് വിളിക്കുന്നു. പുരുഷൻ പറയും, നീ അമിതമായി ചിന്തിക്കുകയാണ്, നിനക്ക് എല്ലാ കാര്യത്തിലും സംശയമാണ്, നിന്റെ ചിന്തയാണ് പ്രശ്നം. ഇതിന്റെ ലക്ഷ്യം സ്ത്രീയെക്കൊണ്ട് സ്വയം സംശയിപ്പിക്കുക എന്നതാണ്.
സ്ത്രീ തന്റെ അനുഭവത്തിലും നിരീക്ഷണത്തിലും വിശ്വാസമർപ്പിച്ചാൽ ഈ തന്ത്രം പൂർണ്ണമായും പരാജയപ്പെടുന്നു. ഇനി ചാണക്യൻ പറയുന്നു, സ്ത്രീ എന്തു ചെയ്യാൻ പാടില്ല. 7 ഗുരുതരമായ തെറ്റുകൾ. ആദ്യത്തെ തെറ്റ്, പെട്ടെന്ന് അമിതമായ സ്നേഹം കാണിക്കുന്നത്. ഇത് ഭയത്തിന്റെ ലക്ഷണമാണ്. ഭയം പുരുഷനെ കൂടുതൽ കഠിനനാക്കുന്നു. രണ്ടാമത്തെ തെറ്റ്, സ്വന്തം അതിരുകൾ ഉപേക്ഷിക്കുന്നത്. ഭയം കാരണം അതിരുകൾ ലംഘിക്കുന്ന സ്ത്രീ സ്വന്തം ശക്തി കുറയ്ക്കുന്നു. മൂന്നാമത്തെ തെറ്റ്, സ്വയം കുറ്റക്കാരിയായി കരുതുന്നത്. ചാണക്യൻ പറയുന്നു, സ്വയം കുറ്റമേൽക്കുന്നവൻ മറ്റുള്ളവനെ നിരപരാധിയാക്കുന്നു. നാലാമത്തെ തെറ്റ്, വീണ്ടും വീണ്ടും കാര്യങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. കേൾക്കാൻ ആഗ്രഹിക്കാത്തവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആത്മാഭിമാനത്തിന് ചേർന്നതല്ല. അഞ്ചാമത്തെ തെറ്റ്, സ്വന്തം ശക്തി പ്രകടിപ്പിക്കുന്നത്. ശക്തി കാണിക്കേണ്ട ആവശ്യം ദുർബലർക്കാണ്, സ്ഥിരതയുള്ളവർക്കല്ല. ആറാമത്തെ തെറ്റ്, തിടുക്കത്തിൽ തീരുമാനമെടുക്കുന്നത്. നീതിശാസ്ത്രത്തിൽ തിടുക്കം ഏറ്റവും വലിയ അപരാധമാണ്. ഏഴാമത്തെയും ഏറ്റവും അപകടകരവുമായ തെറ്റ്, ഭയം കാരണം ഒത്തുതീർപ്പിലെത്തുന്നത്. ഭയം കൊണ്ട് ചെയ്യുന്ന ഒത്തുതീർപ്പുകൾ ഒരിക്കലും ശാശ്വതമായിരിക്കില്ല. ചാണക്യന്റെ സൂക്ഷ്മസിദ്ധാന്തം. സ്ത്രീയുടെ മൗനം പുരുഷനെ തകർക്കുന്നതെന്തുകൊണ്ട്? ചാണക്യൻ പറയുന്നു, സ്ത്രീ തർക്കിക്കുന്നില്ലെങ്കിൽ പുരുഷന് വഴക്കിടാൻ അവസരം കിട്ടില്ല. അവൾ ന്യായീകരണം നൽകുന്നില്ലെങ്കിൽ പുരുഷനെ കുറ്റപ്പെടുത്താൻ അടിസ്ഥാനം കിട്ടില്ല. അവൾ ശാന്തയായിരിക്കുമ്പോൾ പുരുഷൻ സ്വന്തം ചിന്തകളോട് തന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നു. ഈ ആന്തരിക സംഘർഷം അവനെ തളർത്തുന്നു. ഇവിടെ നിന്നാണ് പുരുഷൻ വഴങ്ങാൻ തുടങ്ങുന്നത്. ഇത് ബന്ധം തകർക്കാനുള്ള ശക്തിയാണോ? ചാണക്യൻ വ്യക്തമായി പറയുന്നു, ഈ ശക്തി തകർക്കാനല്ല, ഭയപ്പെടുത്താനുമല്ല. ഇത് സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയാണ്. പുരുഷനിൽ വിവേകവും ബഹുമാനവും ആത്മപരിശോധനയും ബാക്കിയുണ്ടെങ്കിൽ ഈ അവസ്ഥ അവന് നന്നാകാനുള്ള അവസരം നൽകുന്നു. ഇല്ലെങ്കിൽ ഈ അവസ്ഥ സ്ത്രീക്ക് സ്വയം രക്ഷിക്കാനുള്ള ശക്തി നൽകുന്നു. രണ്ടാം ഭാഗത്തിന്റെ സാരം. സ്ത്രീയുടെ ആ അപകടകരമായ കാര്യം അവൾ എന്തെങ്കിലും പറയുന്നതല്ല, മറിച്ച് അവൾ ഭയത്താൽ പ്രവർത്തിക്കുന്നത് നിർത്തുന്നതാണ്. ചാണക്യൻ പറയുന്നു, ആരെയാണോ ഭയത്തിൽ നിന്ന് മോചിപ്പിച്ചത് അവരെ ആർക്കും മാനസികമായി തോൽപ്പിക്കാൻ കഴിയില്ല. ചാണക്യൻ പറയുന്നു, സ്ത്രീയുള്ളിൽ സ്ഥിരമാകുമ്പോൾ പുരുഷന്റെ ഉള്ളിൽ ഒരേ സമയം പല മാനസികാവസ്ഥകൾ ജനിക്കുന്നു. ഇവയെ മനസ്സിലാക്കാതെ സ്ഥിതി വ്യക്തമാകില്ല. ഇനി പുരുഷൻ കടന്നുപോകുന്ന ആ 5 മാനസികാവസ്ഥകളെ ഞാൻ വ്യക്തമാക്കാം. ഇതിൽ നിന്നാണ് അവൻ നന്നാവുമോ അതോ തകരുമോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ആദ്യത്തെ മാനസികാവസ്ഥ, ഭ്രമം. ചാണക്യൻ പറയുന്നു, പുരുഷൻ ആദ്യം ആശയക്കുഴപ്പത്തിലാകുന്നു. അവൻ ചിന്തിക്കുന്നു, ഇവൾ പഴയതുപോലെയല്ല, ഇവൾ എന്നെ വെല്ലുവിളിക്കാത്തത് എന്തുകൊണ്ട്, ഇവൾ എങ്ങനെ ഇത്ര ശാന്തയായി? ഈ ഭ്രമം അവന്റെ അഹങ്കാരത്തിന് മുറിവേൽപ്പിക്കുന്നു. കാരണം അഹങ്കാരം പ്രതികരണം ആഗ്രഹിക്കുന്നു. പ്രതികരണം കിട്ടാതെ വരുമ്പോൾ അഹങ്കാരം സ്വന്തം ചോദ്യങ്ങളിൽ കുടുങ്ങുന്നു. രണ്ടാമത്തെ മാനസികാവസ്ഥ, അരക്ഷിതാവസ്ഥ. ചാണക്യൻ പറയുന്നു, സ്ത്രീ തന്നെ ആശ്രയിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ അരക്ഷിതാവസ്ഥ ജനിക്കുന്നു. അവൻ ചിന്തിക്കാൻ തുടങ്ങുന്നു, ഇവൾ എന്നെ ഉപേക്ഷിക്കുമോ? ഞാൻ ഇവൾക്ക് ആവശ്യമില്ലാത്തവനായോ? ഈ അരക്ഷിതാവസ്ഥ അവന്റെ പെരുമാറ്റത്തെ ഒന്നുകിൽ വളരെ കഠിനമാക്കുന്നു, അല്ലെങ്കിൽ വളരെ മൃദുവാക്കുന്നു. രണ്ടും അവന്റെ ഉള്ളിലെ ബലഹീനതയുടെ ലക്ഷണമാണ്. മൂന്നാമത്തെ മാനസികാവസ്ഥ, നിയന്ത്രിക്കാനുള്ള ശ്രമം. ചാണക്യൻ പറയുന്നു, അരക്ഷിതാവസ്ഥയുടെ സ്വാഭാവിക ഫലമാണ് നിയന്ത്രിക്കാനുള്ള ശ്രമം. പുരുഷൻ നിയമങ്ങളുണ്ടാക്കുന്നു, അതിരുകൾ നിശ്ചയിക്കുന്നു, തീരുമാനങ്ങൾ സ്വന്തം കയ്യിലെടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സ്ത്രീ ഈ ശ്രമങ്ങളിൽ ഭയപ്പെടുകയോ തർക്കിക്കുകയോ ചെയ്യാതിരുന്നാൽ നിയന്ത്രണം താനേ പരാജയപ്പെടുന്നു. നിയന്ത്രണം നഷ്ടപ്പെടുന്നത് അഹങ്കാരത്തിന് വലിയ പ്രഹരമാണ്. നാലാമത്തെ മാനസികാവസ്ഥ, ആത്മസംഘർഷം. ചാണക്യൻ പറയുന്നു, ഇവിടെയാണ് പുരുഷൻ ആദ്യമായി തന്നോട് തന്നെ പോരാടുന്നത്. അവൻ ചിന്തിക്കുന്നു, ഞാൻ തെറ്റാണോ? ഞാൻ അതിരുവിട്ടോ? എനിക്കിവളെ നഷ്ടപ്പെടുമോ? ഈ ആത്മസംഘർഷം വളരെ കുറച്ച് പുരുഷന്മാരിലേ സംഭവിക്കൂ. എന്നാൽ ഇത് സംഭവിക്കുന്നിടത്ത് മാറ്റം സാധ്യമാണ്. ഈ അവസ്ഥയിൽ പുരുഷൻ ആത്മപരിശോധന നടത്തിയാൽ ബന്ധം രക്ഷപ്പെടാം. അഞ്ചാമത്തെ മാനസികാവസ്ഥ, ഒന്നുകിൽ മാറ്റം അല്ലെങ്കിൽ തകർച്ച. ചാണക്യൻ പറയുന്നു, ഇതാണ് തീരുമാനം. ഒന്നുകിൽ പുരുഷൻ തന്റെ സ്വഭാവം നന്നാക്കുന്നു, അഹങ്കാരം മാറ്റിവെക്കുന്നു, സ്ത്രീക്ക് തുല്യത നൽകുന്നു, അല്ലെങ്കിൽ അവൻ കൂടുതൽ കഠിനനാകുന്നു, കുറ്റപ്പെടുത്തൽ കൂട്ടുന്നു, അകലം സ്ഥിരമാക്കുന്നു. ഇവിടെയാണ് സ്ത്രീക്ക് അന്തിമ തീരുമാനം എടുക്കേണ്ടിവരുന്നത്. ഇനി ചാണക്യൻ പറയുന്നു, മാറ്റം സാധ്യമാണോ എന്ന് സ്ത്രീക്ക് എങ്ങനെ മനസ്സിലാക്കാം? ആദ്യത്തെ ലക്ഷണം, പുരുഷൻ സമ്മർദ്ദമില്ലാതെ തന്റെ തെറ്റ് സമ്മതിച്ചാൽ. രണ്ടാമത്തെ ലക്ഷണം, വാക്കുകളേക്കാൾ അവന്റെ പ്രവൃത്തികൾ മാറിയാൽ. മൂന്നാമത്തെ ലക്ഷണം, നിയന്ത്രണം വിട്ട് അവൻ സംഭാഷണത്തിലേക്ക് വന്നാൽ. നാലാമത്തെ ലക്ഷണം, അവൻ സ്ത്രീയുടെ അതിരുകളെ ബഹുമാനിച്ചാൽ. അഞ്ചാമത്തെ ലക്ഷണം, അവൻ കാണിക്കുന്നത് താൽക്കാലിക മാറ്റമല്ല, സ്ഥിരതയാണെങ്കിൽ. ചാണക്യൻ പറയുന്നു, താൽക്കാലിക മാറ്റം ഭയത്തിൽ നിന്ന് വരുന്നു, സ്ഥിരമായ മാറ്റം ബുദ്ധിയിൽ നിന്ന്. എപ്പോഴാണ് അന്തിമ തീരുമാനം അടുത്തെന്ന് മനസ്സിലാക്കേണ്ടത്? ചാണക്യൻ വ്യക്തമായി പറയുന്നു, അപമാനം കൂടുന്നു, കുറ്റം സ്ത്രീയുടെ മേൽ ഇടുന്നു, നിയന്ത്രണം കടുക്കുന്നു, വൈകാരിക അകലം സ്ഥിരമാകുന്നു, ആത്മാഭിമാനം വീണ്ടും വീണ്ടും മുറിവേൽക്കുന്നുവെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ബന്ധം ഇനി തിരുത്തലിന്റെ ഘട്ടത്തിലല്ല, സുരക്ഷയുടെ ഘട്ടത്തിലാണെന്നാണ്. ചാണക്യന്റെ ഏറ്റവും കടുപ്പമേറിയ നീതി.
ഏതു ബന്ധത്തിലാണോ ആത്മാഭിമാനം ദിവസവും മരിക്കുന്നത്, ആ ബന്ധം ജീവിതമല്ല, സാവധാനമുള്ള മരണമാണ്. തന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് നന്നാവാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന് സ്ത്രീക്ക് വ്യക്തമാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ നീതി ആരംഭിക്കുന്നത്. കാരണം അറിവിന്റെ ലക്ഷ്യം തിരിച്ചറിയുക മാത്രമല്ല, ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുക എന്നതാണ്. ആ അന്തിമ തീരുമാനത്തിലേക്ക് സ്ത്രീ എങ്ങനെ എത്തണമെന്നും ഏത് തത്വങ്ങളിൽ ആ തീരുമാനം ഉറപ്പിക്കണമെന്നും ഞാൻ വ്യക്തമാക്കാം. ചാണക്യന്റെ 1-ാം നിയമം: തീരുമാനം വികാരം കൊണ്ടല്ല, ദർശനം കൊണ്ടെടുക്കുക. ചാണക്യൻ പറയുന്നു, വികാരം വർത്തമാനകാലം കാണുന്നു, ദർശനം ഭാവി കാണുന്നു. ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്ന് മാത്രം സ്ത്രീ ചിന്തിച്ചാൽ അവൾ ഭ്രമത്തിൽ തുടരും. എന്നാൽ ഈ അവസ്ഥ നാളെ എന്ത് രൂപം പ്രാപിക്കും എന്നവൾ നോക്കിയാൽ അവൾക്ക് സത്യം കാണാൻ കഴിയും. ഇന്നത്തെ വേദനയല്ല, നാളത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് ശരിയായത്. 2-ാം നിയമം: അന്തിമ തീരുമാനത്തിനു മുൻപ് സ്വയം പൂർണ്ണമാക്കുക. ചാണക്യൻ വ്യക്തമായി പറയുന്നു, തീരുമാനത്തിനു മുൻപ് മാനസികമായും വൈകാരികമായും തീരുമാനപരമായും ശക്തരാകാത്ത സ്ത്രീ തീരുമാനത്തിനു ശേഷം പശ്ചാത്തപിക്കും. അതിനാൽ അന്തിമ തീരുമാനത്തിനു മുൻപ് ആത്മാഭിമാനം ഉറപ്പിക്കുക, സ്വന്തം അതിരുകൾ വ്യക്തമാക്കുക, സ്വന്തം ഭയത്തെ തിരിച്ചറിയുക, ആശ്രയത്വം കുറയ്ക്കുക. ആശ്രയത്വം തീരുമാനത്തെ ദുർബലമാക്കുന്നു, സ്വാതന്ത്ര്യം അതിനെ സ്ഥിരമാക്കുന്നു. 3-ാം നിയമം: അവസാന സംഭാഷണം ഒരിക്കലും വൈകാരികമാകരുത്. ചാണക്യൻ പറയുന്നു, അവസാന സംഭാഷണം ഏറ്റവും ശാന്തമായിരിക്കണം. കുറ്റപ്പെടുത്തലില്ല, ദേഷ്യമില്ല, വിശദീകരണമില്ല, വസ്തുതകൾ മാത്രം, അതിരുകൾ മാത്രം, ദിശ മാത്രം. അവസാന തവണയും വികാരങ്ങളിൽ സംസാരിക്കുന്നവർ സ്വയം ദുർബലമായ നിലയിൽ നിർത്തുന്നു. 4-ാം നിയമം: തീരുമാനത്തിനു ശേഷം തിരിഞ്ഞു നോക്കരുത്. ചാണക്യൻ പറയുന്നു, മനസ്സ് വീണ്ടും വീണ്ടും പുറകോട്ടു പോയാൽ തീരുമാനം പാതിയാകും. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ചിന്തിക്കരുത്. സ്വയം കുറ്റപ്പെടുത്തരുത്. കഴിഞ്ഞുപോയ വാക്കുകൾ വർത്തമാനത്തെ ഭരിക്കാൻ അനുവദിക്കരുത്. പിന്നോട്ടു നോക്കുന്നവർക്ക് മുന്നോട്ടുള്ള വഴി വ്യക്തമായി കാണാൻ കഴിയില്ല. 5-ാം നിയമം: അന്തസ്സ് കാത്തുസൂക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ മറുപടി. ചാണക്യൻ പറയുന്നു, സ്ത്രീ അന്തസ്സോടെ നിൽക്കുമ്പോൾ അതൊരു വലിയ സന്ദേശമായി മാറുന്നു. പരിഹാസമോ വിശദീകരണമോ പ്രതികാരമോ ആവശ്യമില്ല. വാക്കുകളില്ലാതെ തന്നെ അന്തസ്സ് പലതും പറയും. ചാണക്യന്റെ ആഴമേറിയ നിഗമനം: ഈ ശക്തി പ്രതികാരത്തിനല്ല, സ്വയം സംരക്ഷിക്കാനാണ്. പുരുഷൻ നന്നായാൽ ഈ ശക്തി ബന്ധത്തിന് സന്തുലിതാവസ്ഥ നൽകും. അവൻ നന്നായില്ലെങ്കിൽ ഈ ശക്തി സ്ത്രീക്ക് പുറത്തുവരാനുള്ള ധൈര്യം നൽകും. രണ്ടവസ്ഥയിലും സ്ത്രീ തോൽക്കുന്നില്ല. സ്ത്രീയുടെ ഈ ശക്തി ഭാവിയെ എങ്ങനെ മാറ്റുന്നു? ചാണക്യൻ പറയുന്നു, ആത്മാഭിമാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത സ്ത്രീ ഭാവിയിൽ തെറ്റായ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കില്ല. അപമാനത്തെ സാധാരണമായി കാണില്ല. സ്വന്തം മൂല്യത്തിന് താഴെ തലകുനിക്കില്ല. അതിനാൽ അവളുടെ മുന്നോട്ടുള്ള വഴി കൂടുതൽ സുരക്ഷിതവും വ്യക്തവും സ്ഥിരവുമായിരിക്കും. ചാണക്യന്റെ അവസാന വചനം: സ്വന്തം ജീവിതത്തിന്റെ ദിശ സ്വയം നിശ്ചയിച്ച സ്ത്രീയുടെ മുന്നിൽ നിൽക്കുന്ന പുരുഷൻ ഒന്നുകിൽ നന്നാകുന്നു അല്ലെങ്കിൽ ഒഴിഞ്ഞുമാറുന്നു. രണ്ടിലും സ്ത്രീ തോൽക്കുന്നില്ല. ദിവസവും സ്വന്തം ചിന്തകളെ മൂർച്ച കൂട്ടാത്ത വ്യക്തി സാഹചര്യങ്ങൾക്കു മുന്നിൽ സാവധാനം ദുർബലനാകും. ഇവിടെ പറഞ്ഞിരിക്കുന്ന നീതികൾ നിങ്ങളെ ഉള്ളിൽ നിന്ന് ശക്തരാക്കുന്നുണ്ടെങ്കിൽ, ഈ വാക്കുകൾ വികാരങ്ങൾക്ക് മുകളിൽ ബുദ്ധികൊണ്ട് ചിന്തിക്കാൻ ദിശ നൽകുന്നുണ്ടെങ്കിൽ ഇതിവിടെ നിർത്തരുത്. കാരണം അറിവ് ഒരു ദിവസം കൊണ്ട് ജീവിതം മാറ്റില്ല. എന്നാൽ ഓരോ ദിവസത്തെയും ശരിയായ അറിവ് ജീവിതത്തിന്റെ ദിശ മാറ്റും. ആൾക്കൂട്ടത്തിലല്ല, ബുദ്ധിയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്കു വേണ്ടി. നിങ്ങളുടെ ആത്മാഭിമാനം കുറയാതിരിക്കാൻ, തീരുമാനങ്ങൾ ഭയത്താലല്ലാതെ ബുദ്ധിയാലെടുക്കാൻ, ആർക്കും നിങ്ങളെ മാനസികമായി തളർത്താൻ കഴിയാതിരിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഇന്ന് പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നവനാണ് നാളെ സാഹചര്യങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. സാഹചര്യങ്ങൾ അവനെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്.